ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ജനറൽ നോളജ് പഠിക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഒരു 7 വണ്ടേഴ്സ് നമ്മൾ പിക്ചർ അടക്കം നമുക്കതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ആ ഒരു 7 വണ്ടേഴ്സിലത്തെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ കൺട്രി ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡിനേക്കാളും എനിക്ക് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത്, അതായത് ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ, മലയാളം സിനിമകളാണെങ്കിൽ കൂടി ഒരുപാട് സിനിമകളിൽ നമ്മളിത് കണ്ടിട്ട് നമുക്കത്രയും എനിക്കൊരിക്കലും പോകാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ഇന്ന് പോകുന്നത്. അങ്ങനെ കുന്നും മലകളൊക്കെ കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ടണലുകൾ നമ്മൾ കണ്ടു കേട്ടോ. അതുപോലെ ഒരു പ്രൗഢിയോട് കൂടി നിൽക്കുന്ന പഴയ ഒരു ടണലാണ് ഇതും. ഞാനിപ്പോൾ വരണ വഴിക്ക് ഇപ്പോൾ നമ്മൾ ടൗണിലാണെങ്കിൽ കൂടി ഒരുപാട് ടണൽ, ഇതിപ്പോൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയല്ലേ. പക്ഷേ എത്ര കഷ്ടപ്പെട്ടുണ്ടാവില്ല അവർ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു ടണലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതും ഇത്രയും സ്ട്രോങ് ആയി ഇത് ഇങ്ങനെ നിലനിന്ന് പോവും വേണ്ടേ. ഇനി കുന്നും മലകളൊക്കെ കയറി നമ്മൾ ചെല്ലണത് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലെ കുറച്ചധികം ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. നമുക്ക് പറയാം, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ. പക്ഷേ നല്ല നീറ്റായി, നല്ല ക്ലീനായിട്ട്, എവിടെ നോക്കിയാലും നല്ലൊരു വൃത്തിയോട് കൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെ നല്ല സൈലൻ്റ് ആയിട്ട്. ഇപ്പോൾ കാലത്തിപ്പോൾ നേരം വെളുത്ത് വരുന്ന നേരമല്ലേ, എല്ലാവരും ജോലിക്കൊക്കെ പോയി തുടങ്ങണുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് വാഷ്റൂമിലൊക്കെ പോകുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഗ്രാമങ്ങളും നഗരങ്ങളൊക്കെ കിടന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന സ്ഥലമായിട്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ചെടികളും കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ദൂരത്തുനിന്നുള്ള കാഴ്ച വരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് ബ്രിഡ്ജുകളും ടണലുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ.